എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സമ്പത്ത്, ഈ സമ്പന്നത നമ്മുടെ ഉണ്ടാകേണ്ടത്. മനസ്സിലാണ് ആദ്യം സമ്പന്നത എന്നൊരു ചിന്ത നമ്മൾ കൊണ്ടുവരേണ്ടത്. നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. പണത്തിൻ്റെ ആവശ്യം, ലക്ഷ്യം തിരിച്ചറിയാവുന്നവരെല്ലാം അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ധനം വന്നു ചേരില്ല. അതേസമയം ഒരു ഒഴിയാബാധ എന്ന നിലയിൽ ഈ ഒരു ആഗ്രഹം മനസ്സിൽ കടന്നുകൂടിയാൽ അതിനായി പദ്ധതികൾ മെനഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ധനസമ്പാദന മാർഗങ്ങൾ തുറന്നു കിട്ടും. ആ പദ്ധതികൾ നിങ്ങൾ നിരന്തരം പിന്തുടരണം. അങ്ങനെയാകുമ്പോൾ അവ പരാജയത്തെ തിരിച്ചറിയില്ല, ധനം നിങ്ങളെ തേടി വരികയും ചെയ്യും. ഈ ആഗ്രഹത്തെ സാമ്പത്തിക സമാനാവസ്ഥയിലേക്ക് മാറ്റം ചെയ്യുന്നതിന് പ്രായോഗികമായ 6 പടികളാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അതിലാദ്യത്തേത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്ര തുകയാണെന്ന് മനസ്സിൽ ആദ്യം ഉറപ്പിക്കണം എന്നതാണ്. വെറുതെ എനിക്ക് ധാരാളം പണം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ 6 പടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം, നിങ്ങൾക്ക് വേണ്ട ഒരു തുക, ആ തുകയിൽ കൃത്യതയും ക്ലിപ്തതയും വേണം. ഇതിനൊരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പണത്തിന് പകരമായി എന്ത് നൽകാൻ ഉദ്ദേശിക്കുന്നു എന്ന് കൃത്യമായി തീരുമാനിക്കണം. ഓക്കെ. മൂന്നാമത്തത് എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കൈവരേണ്ടത് എപ്പോൾ എന്നതിനൊരു തീയതി നിശ്ചയിക്കണം. അതെപ്പോഴാണ് നിങ്ങളെ കൈകളിലേക്ക് എത്തുക എന്നുള്ളൊരു തീയതി നിങ്ങൾ നിശ്ചയിച്ചിരിക്കുക എന്നർത്ഥം. നാലാമത്തേത്, നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനൊരു നിശ്ചിത പദ്ധതി മെനഞ്ഞെടുക്കുക. എന്നിട്ട് ഉടൻ പ്രവർത്തനം ആരംഭിക്കുക. നിങ്ങൾ തയ്യാറായോ ഇല്ലയോ എന്നത് കാര്യമാക്കണ്ട. അതില്ലാതെ തന്നെ ഈ പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തനം ആരംഭിക്കുക. ഇനി അഞ്ചാമത്തത്, ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ധനം എത്ര എന്നതിനെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ്, കൃത്യതയാർന്ന ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. അതിൽ അത് നേടിയെടുക്കാനായി വേണ്ട സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുക. അതിനു പകരമായി നിങ്ങൾ എന്ത് നൽകും എന്ന് രേഖപ്പെടുത്തുക. ആ പണം സമ്പാദിക്കാനുള്ള കർമ്മപദ്ധതി എന്തെന്ന് വ്യക്തമായി എഴുതി വയ്ക്കുക. ഇനി ആറാമത്തെ പടി, നിങ്ങൾ എഴുതി വെച്ച പ്രസ്താവന എന്നും 2 തവണ ഉച്ചത്തിൽ വായിക്കുക. ആദ്യം പ്രഭാതത്തിൽ ഉണർന്ന ഉടനെയും രണ്ടാമത് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപും. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ പക്കൽ സത്യമായും അത്രയും പണമുണ്ടെന്ന് വിശ്വസിക്കുകയും അങ്ങനെ തന്നെ അനുഭവിച്ചറിയുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് 6 പടികളെന്ന് പറയുന്നത്. ഈ 6 പടികളിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നത് നിർബന്ധമാണ്. ഈ 6ാമത്തെ പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം. അതായത് അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ രാവിലെയും രാത്രിയിലും അതെടുത്ത് വായിക്കണമെന്നാണ് പറഞ്ഞത്. അത് കടകിട വ്യത്യാസമില്ലാതെ ചെയ്യണം. എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് കരുതുക ബുദ്ധിമുട്ടാണ് എന്ന് പലരും പറയാറുണ്ട്. ഓക്കെ. അതായത് യാഥാർത്ഥ്യത്തിൽ ധനികനാകുന്നതിന് മുൻപ് അങ്ങനെയാണ് എല്ലാവരും കരുതുക. ബുദ്ധിമുട്ടാണ്, ഇത്രയും കാശ് എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും നമുക്ക്. ഇവിടെയാണ് ഉത്കർഷേച്ഛ നിങ്ങളുടെ സഹായത്തിനെത്തുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ആ ഇച്ഛയെ ഒരു ഒഴിയാബാധയായി കൂടെയുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനാകും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ലക്ഷ്യം ധനം സമ്പാദിക്കുക എന്നതാണ്. അത് നേടണമെങ്കിൽ ആദ്യം നിങ്ങളത് നേടുമെന്ന് ബോധ്യപ്പെടുത്തണം, വിശ്വസിപ്പിക്കണം. പണത്തെക്കുറിച്ച് ബോധമുള്ളവരൊക്കെ ധനികരാകാനാവുകയുള്ളൂ. പണത്തെക്കുറിച്ച് ബോധമുള്ളവനാകുക. എന്നാൽ നിങ്ങളുടെ മനസ്സ് പണത്തിനായുള്ള ഇച്ഛയാൽ സാന്ദ്രീകരിക്കപ്പെടുക തന്നെ ചെയ്യും.
അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് തൻ്റെ പക്കൽ അതുണ്ടെന്ന് സ്വയം വിശ്വസിക്കാം. മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തന സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാത്തവർക്ക്, അറിവില്ലാത്തവർക്ക് ഇതൊക്കെ പ്രായോഗികമാണോ എന്ന ചിന്ത വന്നേക്കാം. ഈ 6 പടികളുടെ കരുത്തെന്തെന്ന് തിരിച്ചറിയുന്നതിന് പരാജയപ്പെടുന്നവർക്ക് അവ സംവദിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയെന്ന് അറിയുന്നത് സഹായകരമായേക്കും. സ്റ്റീൽ മില്ലിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തി ജീവിതം ആരംഭിച്ചത് ഈ സിദ്ധാന്തങ്ങളെ പിന്തുടരുക വഴിയാണ്. അദ്ദേഹത്തിന് 100 കണക്കിന് മില്യൺ ഡോളറുകളുടെ സമ്പാദ്യത്തിനുടമയാകാൻ സാധിച്ചു. ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന 6 പടികൾ തോമസ് എഡിസണും പരിശോധിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം ഇവയെ അംഗീകരിച്ചിട്ടുള്ളതാണെന്നും പ്രസ്താവിക്കുന്നതും ഒരുപക്ഷെ സഹായകരമായേക്കും. ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗം മാത്രമല്ല ഇവ, ഒരു ലക്ഷ്യം നേടുന്നതിനാവശ്യമായ ഒരുക്കം കൂടിയാണിതെന്ന് എഡിസൺ ഇതിന് കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഈ പടികളിലെല്ലാം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്: കഠിനാധ്വാനമില്ല എന്ന കാര്യം. അവ ബലിദാനത്തെക്കുറിച്ച് പറയുന്നില്ല. പരിഹാസാത്മകമാകുകയോ പച്ച പരമാർത്ഥമാവുകയോ ചെയ്യേണ്ടതില്ല. ഇത് പ്രാവർത്തികമാകയാൽ ജീവിതത്തിൽ സ്വീകരിക്കാൻ അത്ര വലിയ വിദ്യാഭ്യാസത്തിൻ്റെയൊന്നും ആവശ്യമില്ല. എന്നാൽ ഇതിൻ്റെ വിജയകരമായ പ്രയോഗത്തിന് ഒരു വ്യക്തിയിൽ ആവശ്യത്തിനുള്ള ഭാവനയും, ധനസമ്പാദനം എന്നാൽ അത് വിധി അല്ലെങ്കിൽ ഭാഗ്യത്താൽ കൈവരുന്ന ഒന്നല്ല എന്നത് മനസ്സിലാക്കാനുള്ള കാഴ്ചശക്തിയും ഉണ്ടാകണം. വലിയ രീതിയിൽ ധനം സമ്പാദിച്ചിട്ടുള്ളവരെല്ലാം ആദ്യമൊക്കെ ഉറച്ച സ്വപ്നം കണ്ടിരുന്നു, പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കയ്യിൽ വെച്ചിരുന്നു, ഇച്ഛിച്ചിരുന്നു, പദ്ധതികൾ മെനഞ്ഞിരുന്നു. അതിനുശേഷമാണ് ധനം അവരെ തേടിയെത്തിയത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ധനത്തിനുള്ള ഇച്ഛയുടെ ചൂളയിലേക്ക് സ്വയം വലിച്ചെറിയാതെ നിങ്ങൾക്ക് ഒരിക്കലും വലിയ അളവിൽ ധനം സമ്പാദിക്കാനാകില്ല. അതിനോടൊപ്പം ആ അവസരങ്ങളിലെല്ലാം നിങ്ങളുടെ പക്കൽ യാഥാർത്ഥത്തിൽ അതുണ്ടെന്ന് വിശ്വസിക്കുകയും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ 6 പടികൾ എല്ലാവരും ചെയ്തു നോക്കുക. നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ ഈ സമ്പന്നതയ്ക്ക് ഒരുപാട് പങ്കുണ്ട്. അതായത് സമ്പത്ത് ആർജിക്കുക. എല്ലാത്തിനും നമുക്ക് ധനം ആവശ്യമാണ്. പണത്തിന് അത്രയും മൂല്യമുണ്ടെന്ന് അർത്ഥം. പലരും പറയാറുണ്ട് പണത്തിന് അത്ര മൂല്യമൊന്നുമില്ല, പണം ഉണ്ടാകുന്നത് വെറുതെയാണ്, പണക്കാരന് സ്നേഹം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ നിങ്ങൾ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് കളയുക. കാരണം പണമില്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നത് പണം എന്നൊരു വസ്തു തന്നെയാണ്. അപ്പോൾ അതിനെ കൂടുതൽ സ്നേഹിക്കണം. അതേപോലെ അതുണ്ടാക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുകയും വേണം. അതിനാദ്യം ചെയ്യേണ്ടത് സമ്പന്നത മനസ്സിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6 പടികൾ നിങ്ങൾ കേൾക്കുക, എഴുതിയെടുക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അടുത്തൊരു ദിവസം സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള നൂതന മാർഗങ്ങളുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു.